എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മുമ്പിൽ വന്നിരിക്കുന്നത് നല്ല മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ മാങ്ങ ഞാൻ ഇന്നലെ രാത്രി ചെറുതായി കട്ട് ചെയ്ത് മുളക് പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് തിരുമ്മി ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇന്നലെ രാത്രി ഇപ്പം നേരത്തോട് നേരായി. ഇന്ന് എടുത്തിട്ട് ഇത് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഈ അച്ചാറിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഉലുവ വറുത്ത് പൊടിച്ചത്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി, മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തേക്കണത്, അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് വിനാഗിരി, പിന്നെ വേണ്ടത് നല്ലെണ്ണയാണ് വേണ്ടത്. അച്ചാറിന് എപ്പോഴും ഉത്തമം നല്ലെണ്ണയാണ്. അപ്പം നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ കായം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ മാങ്ങയാണ്. ഈ 1 കിലോ മാങ്ങയ്ക്ക് ഞാൻ എന്തോരം എടുത്തേക്കണം എന്നുള്ള അളവുകൾ പറയാം. 7 പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉലുവ, അതായത് നമ്മളൊരു 3-4 ടേബിൾ സ്പൂൺ ഉലുവ, ചെറിയ ടേബിൾ സ്പൂൺ, 2 വെളുത്തുള്ളി, അതേ അളവ് തന്നെ ഇഞ്ചി, 5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ഓയിൽ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഓയിൽ ഉപയോഗിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാറിന്റെ മേടിൽ ഓയിൽ കെട്ടിക്കിടക്കണം. അങ്ങനെ കെട്ടിക്കിടന്നാലാണ് നമുക്ക് അച്ചാറിന് പൂപ്പല് അങ്ങനത്തെ ഉള്ള വെള്ള സംഭവങ്ങൾ വരാണ്ടിരിക്കും. പൂപ്പൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പൂപ്പല് വരാണ്ടിരിക്കും. അപ്പോൾ ഓയിൽ എപ്പോഴും അച്ചാറിന് 1 ഇഞ്ച് പൊങ്ങി എപ്പോഴും കിടക്കണം. അങ്ങനെ കിടക്കുമ്പോഴാണ് അച്ചാർ കേട് വരാതെ നിൽക്കുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നോക്കാം. അപ്പം നമ്മുടെ പാത്രം ചൂടാണ്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഈ ബോട്ടില് 200 ml ഓയിലാണ് ഞാൻ ഇതിനകത്തേക്ക് എടുക്കുന്നത്. 1 കിലോ വാങ്ങിക്ക് 200 ml കറക്റ്റായി. 300 ആയാലും കുഴപ്പമില്ല. ഓയിൽ കുറയരുത്. കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന് 10 ദിവസം 20 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഫംഗസ് വരും. മേളിൽ ആ വെളുത്ത് ആ ഫംഗസ് വരും. ഫംഗസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ചാറിന്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും. അപ്പൊ എപ്പോഴും അതേ രീതിക്ക് നിൽക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും ഓയിൽ കുറച്ച് മേളിലിരിക്കണം. അത് മാത്രമാണ് മെയിനായിട്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം പറയാൻ മറന്നതാണ്, കടുക് ആദ്യം ഇടുക. രണ്ട് ടേബിൾ സ്പൂൺ കടുക് ഇട്ടുണ്ടാകുക. കടുക് കുട്ടിയിൽ നമുക്ക് കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളകിന്റെ പകരം കാന്താരമുളക് ഇട്ടാലും കിട്ടുമ്പോൾ ഇപ്പം നമുക്ക് കാന്താരമുളക് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ പച്ചമുളക് ഇടണം. കാന്താരമുളക് ആണെങ്കിൽ ഇച്ചിരി കൂടി നല്ലതായിരിക്കും. ഇനി നമുക്കൊന്ന്
ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ ബസ്സൊന്ന് നമുക്ക് നന്നായിട്ട് നോക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒരുമാതിരി മൂത്തിട്ടുണ്ട്. ഏറെക്കുറെ ഈ മൂപ്പ്. ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് നോക്കണം. ഞാൻ ഓൾറെഡി മാങ്ങയിൽ കുറച്ച് മുളക് പൊടി ഇന്നലെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 4 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളൂ. ആ മുളക് പൊടി കൂട്ടും. നമുക്ക് ഇതിനകത്തേക്ക് വിനാഗിരി ആഡ് ചെയ്തേക്കാണ്. നല്ല റെഡ് കളറൊക്കെ ആയിട്ടുണ്ട്. ഈ കളറാണ് എൻ്റെ പരുവം. നമുക്ക് തീ കുറച്ച് വയ്ക്കാൻ കുറച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ മുളകും എല്ലാം കൂടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഉലുവ പൊടിച്ചതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. എടുക്കുവാണെങ്കിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കാം. ഞാൻ ഇപ്പോൾ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടൈറ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കാം. ടൈറ്റ് ഇല്ലാത്തവരെ ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ അച്ചാർ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി തിളപ്പിക്കാൻ പാടില്ല. മാങ്ങ വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് പോയി. നമുക്ക് പിന്നെ അത് കഴിക്കാൻ നേരത്ത് മാങ്ങ ഒന്നും കടിക്കാൻ പറ്റില്ല. അപ്പം മാങ്ങ ഇട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് പോകണം. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഫിനിഷായി. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മൂടി വെച്ചിട്ട് ഇപ്പം തന്നെ എടുത്ത് നമ്മുടെ ബോട്ടിലെ പരണിയിൽ എടുത്ത് വെക്കരുത്. ചൂടോടുകൂടി എടുത്ത് വെക്കരുത്. ഇത് നല്ല തണുത്തതിന് ശേഷമാണ് എടുത്ത് ഫ്രിഡ്ജിലോ അതുപോലെ നിങ്ങൾക്ക് എവിടെ വെച്ച് സേവ് ചെയ്യാം. അതോടൊപ്പം ആവശ്യത്തിന് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ ജിങ്ക ഫുഡ് വൈബ്സ് എന്ന് പറഞ്ഞ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും. അപ്പോൾ എല്ലാവർക്കും ബൈ.